ഹലോ ഗായ്സ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് എനിക്കുണ്ടല്ലോ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നല്ല തേങ്ങ വറുത്തരച്ച ചെമ്മീനും മീൻ പൊരിച്ചതും കഴിക്കാൻ തോന്നി, കൂടെ പാവയ്ക്ക തോരനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞാൻ പോയി നല്ല നാടൻ പാവയ്ക്ക വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ കത്രിക്ക ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ തന്നതാണ്. ഈ ചേട്ടൻ്റെ നിന്നാണ് കേട്ടോ മാർക്കറ്റിൽ പോയി ഞങ്ങൾ മീൻ വാങ്ങിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്നെപ്പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. തേങ്ങ ചിരണ്ടാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് അത് പൂളി വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുത്താൽ മതി. തേങ്ങ നല്ല സെറ്റായിട്ട് കിട്ടും. അതേമാതിരി പാവയ്ക്ക, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത് എന്താണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതേമാതിരി അടിച്ചു കഴിഞ്ഞാൽ ആ തോരൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പാവയ്ക്കയും തേങ്ങയും ഇതേമാതിരി രണ്ടും ചതച്ചെടുത്തു. പിന്നെ പാവയ്ക്കകത്ത് ഞാൻ 2 സവോളയും 2-3 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനുണ്ടല്ലോ ചെമ്മീനും ക്ലീൻ ചെയ്തു. പിന്നെ മീൻ ഓൾറെഡി ആ ചേട്ടൻ ക്ലീൻ ചെയ്ത് തന്നതാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുമല്ലോ. ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തെല്ലാം കളഞ്ഞ് അത് വരഞ്ഞ് സെറ്റാക്കി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മളൊരു പാൻ അടുപ്പേ വെച്ച് അതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ടു. തേങ്ങയുടെ കൂടെ നമ്മൾ ഇടുന്നത് ഒരു കുറച്ച് കറിവേപ്പില, ഒരു 5-6 കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ഉലുവയെന്ന് പറഞ്ഞാൽ ഒരു 5-6 എണ്ണം മാത്രം. അത്രയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം ഇത് മൂപ്പിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിക്കത്തില്ല കേട്ടോ. അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു ഇത്തിരി ആദ്യത്തെ ആ ഒരു വെള്ളമയം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല, അതിൻ്റെ ടേസ്റ്റേ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ചു. എന്തിനാണെന്നല്ലേ, ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ തോരനിടുന്ന പോലെ തന്നെ ഉള്ളിയും ചുമന്ന മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിൻ്റെ തൊട്ടിടുക ചെയ്തത്. എന്നിട്ട് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അത് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അത് നമ്മളിങ്ങനെ അടച്ചിങ്ങനെ ഒരു കൂമ്പാരം പോലെ നടുക്കുണ്ടാക്കി വെച്ച് നമ്മൾ തത്തി പൊത്തി വെക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെ വെച്ചു. അതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മൾ മട്ടൻ കറി വെച്ചില്ലേ, അന്ന് ഞാൻ മട്ടൻ കറി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പുള്ളി എന്നോട് ചോദിക്കുക, മീര നീ മട്ടൻ കറിക്കകത്ത് കിസ്മിസൊക്കെ വറുത്തിട്ടിട്ടുണ്ടല്ലേ എന്ന്, അതാണോ ടേസ്റ്റ് കൂടിയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഉണ്ടമുളക് പിടിച്ച് വെച്ചേക്കോ, മറ്റേ കറിക്കകത്ത് നമ്മൾ കടുക് പൊട്ടിച്ചിടത്തില്ലേ, ആ മുളക് കൈ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഞാനോർത്ത് ദൈവമേ ഈ പാവം പിടിച്ചവർ അതങ്ങനെ തിന്നിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സമയം നമ്മൾ തേങ്ങയ്ക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. കാരണം പാവയ്ക്ക അടുപ്പേ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതും മറന്നു പോകാൻ പാടില്ലല്ലോ. ഒട്ടും അടുക്കി പിടിക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ ഒന്നെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന്, ഇല്ലെങ്കിൽ അടുത്ത ചുറ്റുവട്ടത്തു നിന്നുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ തരും. അങ്ങനെ ഇതും വെച്ചിട്ടാണ് മിക്ക ദിവസങ്ങളിലല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവൻ ഒഴിച്ചുകറിയാണെങ്കിലും കൊള്ളാം, തോരനാണെങ്കിലും കൊള്ളാം. ഇപ്പോൾ ഇഷ്ടംപോലെ കപ്പളങ്ങ ഉണ്ടാവും, വാഴപ്പിണ്ടി ഉണ്ടാവും, വാഴപ്പിണ്ടി കൊണ്ട് സാമ്പാർ, അതൊക്കെയാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിരിക്കുന്നത്. അല്ലാതെ അവരൊന്നും പച്ചക്കറി അങ്ങനെ വാങ്ങിക്കാറേ ഉണ്ടായിരുന്നില്ല. സാമ്പാറിൻ്റെ അകത്തൊന്നും ക്യാരറ്റൊന്നും അവർ ഇടുന്നത് ഞാൻ കണ്ടില്ല. ഇടുമായിരുന്നു ഈ ഓണം, വിഷു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. ബാക്കി എല്ലാ പച്ചക്കറിയും നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അവർ കറിയാക്കുമായിരുന്നു. അങ്ങനെ ഒരു ഡിഷാണ് കേട്ടോ പാണ്ടൻ അവിയൽ എന്ന് പറയും. പാണ്ടൻ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അവിയൽ ഉണ്ടാക്കുമ്പോൾ ചേന, കായ, മറ്റേ ക്യാരറ്റ്, അങ്ങനെ നമ്മുടെ നോർമൽ നമ്മൾ കല്യാണത്തിനും അതിനൊക്കെ കഴിക്കുന്ന നോർമൽ അവിയൽ. ഇതെന്താണെന്നറിയോ, നമ്മുടെ കപ്പളങ്ങ, പിന്നെ ചേമ്പിൻ്റെ തട, പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ താള്, പിന്നെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ പാളയംകുടം പഴത്തിൻ്റെ ചെറിയ കായില്ലേ, അതിൻ്റെ അറ്റത്തുള്ള പഴുക്കാത്ത ആ കായ, അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു അവിയലുണ്ടാക്കും. പിന്നെ ചക്കക്കുരു, അങ്ങനത്തെ കുറേ ഐറ്റംസ് വെച്ച് അപാര ടേസ്റ്റാണ് കേട്ടോ ആ അവിയലിന്. എനിക്കെന്തായാലും ഇഷ്ടമാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നുണ്ടല്ലോ, തീയലുണ്ടാക്കാൻ തീരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ചെമ്മീൻ തീയൽ വെച്ചാലും ഉള്ളി തീയൽ വെച്ചാലും നോർമൽ പച്ചക്കറി മാത്രം ഇട്ട് നമ്മൾ തീയൽ വെച്ച് കഴിഞ്ഞാലും ആ പൊടികൾ ഇടുന്നില്ലേ, അതിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ എന്തായാലും കുറച്ചേ മഞ്ഞൾപ്പൊടി ചേർക്കാറുള്ളൂ. അതേമാതിരി ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായി അതിനകത്ത് 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കറക്റ്റായിട്ട് ആ തീയലിൻ്റെ സ്വാദ് വരുള്ളൂ. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഇട്ടു. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മളത് തണുക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ അരയ്ക്കാൻ. ഈ സമയത്ത് നമ്മൾ കുറച്ച് വാളംപുളി എടുത്ത് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് വെക്കണം. അത് നമ്മൾ തീയലിൻ്റെ അകത്തോട്ട് ചേർക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
തീയലിന് വേണ്ടുന്ന കഷ്ണങ്ങൾ റെഡിയാക്കണം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, 2 കത്രിക്ക, ഒരു തക്കാളി, പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്. ചെറിയ ഉള്ളി 2ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ, കീറി ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം അത് ചീനിച്ചട്ടിയിൽ ഇവിടെ മറ്റേ ഓൾറെഡി പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ കഷ്ണം എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ അകത്ത് വഴറ്റണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ചെമ്മീൻ തീയലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് മുരിങ്ങയ്ക്കായ. പക്ഷേ എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്കായ ഉണ്ടായിരുന്നില്ല, ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തതേ ഉള്ളൂ. അതുകൂടി ഇടുവാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ചെറിയ ഉള്ളി ആദ്യമായിട്ട് വഴറ്റുവാണ്. ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ലേശം ഉപ്പിടണം. അത് ഒന്നെങ്കിൽ കഷ്ണങ്ങൾ ബാക്കിയും കൂടെ ഇട്ടാലും മതി, ഇല്ലെങ്കിൽ ഈ ഉള്ളിയോടെ ഇട്ടാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ കത്രിക്കയും പച്ചമുളകും അത് ചേർത്തിട്ട് വഴറ്റണം. അത് ഒരു നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തോട്ട് ഒരു തക്കാളിയും കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കും. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്നതുണ്ടല്ലോ, ഇതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ, ആ പ്രോൺസ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇത്തിരി വെള്ളത്തിൽ നമ്മളത് വേവിച്ചെടുക്കും. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് അത് സോട്ടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. ഇത് 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. തീരെ ചെറുതുമല്ല, എന്നാൽ ഭയങ്കര വലുതുമല്ല, മീഡിയം സൈസാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് ഇളക്കി എല്ലാത്തിൻ്റെയും കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുകയുള്ളൂ ആദ്യം. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൽ ഇതിരുന്ന് വേവണം, എന്നാലേ ഉള്ളൂ കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച്, കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ മേലെ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ എങ്കിലും അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമെന്നുള്ളത് കൊണ്ടിട്ട് നമ്മളത് അടച്ച് വെച്ച് വേവിക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 5 മിനിറ്റ് ധാരാളമാണ്. ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ മീൻ എടുത്തു. അതിൻ്റെ അകത്ത് വേണ്ടുന്ന മസാല, ഞാൻ നോർമലി മസാല ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് വെള്ളത്തിലൊക്കെ കുഴച്ച് ഒക്കെയാണല്ലോ മസാല റെഡിയാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഉപ്പ്, പിന്നെ കുറച്ച് അധികം കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമായിരുന്നു, പക്ഷേ ഇതെല്ലാം അരച്ച് ചേർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തീയിൽ വെക്കുമ്പോൾ അത് തേങ്ങ കല്ലിൽ ഇങ്ങനെ നമ്മൾ തേങ്ങ വറുത്ത് അത് അരച്ച് അതിലെ എണ്ണ തെളിഞ്ഞ് വരുന്നതൊക്കെ കാണിച്ചു തരണമെന്ന് ശരിക്കും ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ പ്രോബ്ലം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനുവേണ്ടി മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊരു 12 മണി ആയാലും കിടക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ വളരെ കുറച്ച് മസാലയിൽ എളുപ്പമായിട്ട് മിക്സിയിൽ തന്നെ എല്ലാം അരച്ചെടുക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ പൊടിയായിട്ട് തന്നെയാണ് ഞാനിത് മീനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം തോന്നും കേട്ടോ, അത് മീനിൽ ഉപ്പും ഇതൊക്കെ ശരിക്കും പിടിക്കുമെന്ന്. ശരിക്കും പിടിക്കും, കുഴപ്പമൊന്നുമില്ല. ഇത് കൊല്ലത്ത് അവിടുത്തെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അമ്മ ചില സമയത്തുണ്ടല്ലോ വെള്ളമൊന്നും തൊടാതെ ഈ പൊടിയിൽ തന്നെ ഇത് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നി. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കണ്ടില്ലേ, ഈ വീഡിയോ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ എനിക്ക് തോന്നിയുണ്ടല്ലോ, നമ്മൾ ഭിത്തിയിലൊക്കെ പുട്ടിയിടത്തില്ലേ തേച്ചൊക്കെ കഴിഞ്ഞിട്ട്, ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴാണ് അങ്ങനെ തോന്നിയത് കേട്ടോ. നമ്മൾ മറ്റേ അതിനെ നന്നായിട്ട് വരഞ്ഞ് അതിൻ്റെ അകത്തെല്ലാം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഈ മീൻ ഏകദേശം 1 കിലോയോളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മീനേ വാങ്ങിച്ചുള്ളൂ, അത് 1 കിലോയോളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 പേരും തന്നെയല്ലേ ഉള്ളൂ, അപ്പം നമുക്കത് മുറിച്ചാണെങ്കിലും കഴിക്കാമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അതും ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതെടുത്തു. അങ്ങനെ നമ്മൾ മീനിൽ മൊത്തം മസാലയെല്ലാം തേച്ച് അത് കഴിഞ്ഞ് ഞാനത് 2ആയിട്ട് മുറിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാനിൽ ഒന്നിച്ചിട്ട് വറക്കാൻ ഉള്ള സൗകര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് 2ആയിട്ട് മുറിച്ചിട്ട് 2ആയിട്ടാണ് അത് വറുത്തതും. ഈ സമയം കൊണ്ട് നമുക്കിനി തീയലിൻ്റെ ബാക്കി അരപ്പൊക്കെ അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ മിക്സിയുടെ ജാറിലാണ് ഞാൻ അരയ്ക്കുന്നതെന്ന്. നമ്മുടെ ഇത് കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തു. ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വാളംപുളി, അത് അതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം. വാളംപുളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ അരച്ച ആ പൊടി അതിൻ്റെ അകത്ത് ശരിക്കും എണ്ണ തെളിഞ്ഞ് എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുമെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്ന പോലെ തോന്നി. കണ്ടില്ലേ, ലാസ്റ്റ് അടിയിൽ ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത് കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് വരും കേട്ടോ. എന്നിട്ട് അതിനകത്ത് വെള്ളം ഒട്ടും തൊടാതെ അത് ആ പൊടിയായിട്ട് തന്നെ നമ്മൾ ഈ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് കളർ കിട്ടുകയുള്ളൂ. ഈ പൊടികളെല്ലാം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം, കഷ്ണങ്ങളുമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയിട്ട്. കാരണം പുളി ഇപ്പം നമ്മൾ ഒഴിച്ചതല്ലേ ഉള്ളൂ. അതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും.
ഇതൊന്ന് വെന്ത് വരണമല്ലോ കൂടി ഒന്നിച്ച്. ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ ഇത് സെറ്റ് ആവാൻ വേണ്ടി. അത് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് ചെയ്താൽ മതി. ഈ സമയത്താണ് നമ്മൾ ഉപ്പും പുളിയൊക്കെ ചേർത്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചേർത്താൽ മതി. എനിക്ക് നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി. ഞാൻ ആ സമയത്താണ് കേട്ടോ ഉപ്പൊക്കെ നോക്കിയത്. ബാക്കി ഉപ്പ് ചേർത്തത് ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞാനത് അടച്ച് വെച്ച് ഇത്തിരി കൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈങ് പാൻ അടുപ്പേ വെച്ചു. ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് വറക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. ഞാൻ പൊതുവേ എല്ലാ കറികൾക്കും വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ സമയം കൊണ്ട് നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, ആ സൈഡിൽ നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എപ്പോഴും തീ ഓഫ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും കഴിക്കാൻ എടുക്കുകയുള്ളൂ. അപ്പോഴത്തേനും കറി സെറ്റായിരിക്കും. ഗൈസ്, അങ്ങനെ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു തരാവേ. ചോറെടുത്തു, നല്ലത് ചെമ്മീൻ തീയൽ, അടിപൊളിയാണ് കേട്ടോ. കണ്ടു തന്നെ എന്ത് രസമെന്നറിയാം. ഇത് പാവയ്ക്ക തോരൻ, പിന്നെ നമ്മുടെ ഫിലോപ്പി. കഴിഞ്ഞ തവണ ഫിലോപ്പി അല്ല സിലോപ്പി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയവൻ എന്നെ കളിയാക്കി. ശരിക്കും ഇതിൻ്റെ പേരറിയാവുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കൂട്ടി ഞാനൊന്ന് കഴിക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടിട്ട് അടിപൊളിയാണ്. ഞാൻ മറ്റേ തീയിലൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ പാവയ്ക്കയ്ക്ക് കയ്പ്പ് സ്വാഭാവികമായിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മൾക്കത് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് കുഴപ്പമില്ല. ഇത്രയും കഷ്ടപ്പെട്ടാൽ എന്താ, ഇത്രയും നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ദൈവാനുഗ്രഹം. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.